നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് അറിയാവുന്നൊരു വ്യക്തിയായിരിക്കും രജിത് കുമാർ. സോ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ, അതായത് രജിത് കുമാർ നിങ്ങളൊരു ബിഗ് ബോസ് സീസൺ 2 നിങ്ങൾ അതിൻ്റെ ഒരു ഫാനൊക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക. എന്തായാലും ആ ഒരു കാർ ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞു കാണും. സോ ആ ഒരു കാർ ഇൻസിഡൻറ്റിലൂടെയാണ് രജിത് കുമാർ വീണ്ടും എന്താ പറയുക സോഷ്യൽ മീഡിയയിലേക്ക് തിരിച്ചു വരുന്നത്. അത് രേണു സുധിയെ എന്താ പറയുക മടി വെച്ചുകൊണ്ട് പോകുന്നത്, രജിത് കുമാറല്ല മറ്റൊരാൾ മടി വെച്ചുകൊണ്ട്, മറ്റൊരു സ്ത്രീ മടി വെച്ചുകൊണ്ട് പോകുന്ന, സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നൊരു സംഭവം, അതുമായിട്ടൊക്കെ നടന്ന കുറച്ച് സംഭവങ്ങളൊക്കെ വൈറലായിരുന്നു. എന്തായാലും നമുക്കറിയാം ഇന്നൊരു എന്താ പറയുക എന്തോ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു. സോ അതിൽ എന്താ പറയുക ഒരു സോഷ്യൽ മീഡിയ ചാനൽ, ഒരു പപ്പരാസി ചാനൽ അദ്ദേഹത്തിനോട് ചെന്ന് ചോദിച്ചു എന്താ പറയുക യസ്മ സീരീസിലൊക്കെ അഭിനയിക്കുമെന്ന്. സോ എന്തായാലും അദ്ദേഹം കുറച്ച് ദേഷ്യപ്പെട്ട് പറഞ്ഞു, നീ അതെടുക്കുക, അന്ന് ഞാൻ അഭിനയിക്കാം, പക്ഷേ പൈസ തരണം എന്നാണ് രജിത് കുമാർ പറയുന്നത്. സോ എന്തായാലും ഈ പാപ്പരാസികൾ എന്തൊക്കെയാണല്ലോ ചോദിക്കുന്നത് വന്നിട്ട്, അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി, അവരെ ചീത്ത വിളിച്ചാലും ഒരു പ്രശ്നമില്ല, അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം, കുറച്ച് ഇതാകണം. സോ അതൊക്കെയാണ്. സോ എന്തായാലും ആ ഒരു എന്താ പറയുക രജിത് കുമാറൊക്കെ ഒരു സൈഡിൽ നിന്നൊരു വ്യക്തിയാണ്, കുറച്ച് ഒതുങ്ങി മീഡിയാസിലൊന്നും വരാതെ. പിന്നെ ആ ഒരു രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സംഭവത്തിലാണ് പിന്നെയും വന്ന്. പിന്നെ എന്തായാലും ഈ ഒരു യസ്മ സീരീസിൻ്റെ കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം അഭിനയിക്കാമെന്നാണ് പറയുന്നത്. സോ എന്തായാലും ഒരു തമാശ പോലെയാണ് അദ്ദേഹം പറഞ്ഞത്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെടുന്നത് കമൻറ്റ് ബോക്സിൽ പറയുക. സോ അടുത്ത വീഡിയോ കാണുന്നവർ ഗുഡ് ബൈ.